കരിപ്പൂരിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം അർദ്ധരാത്രി പുറപ്പെടും. 166 പേരാണ് ആദ്യ സംഘത്തിൽ ജിദ്ദയിലേക്ക് തിരിക്കുക. ഹജ്ജ് ക്യാമ്പിന് ഇന്ന് കരിപ്പൂരിൽ തുടക്കമാകും. ജൂൺ 9 വരെയാണ് കോഴിക്കോട് എംബാർക്കേഷനിലെ ഹജ്ജ് ക്യാമ്പ്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, ഗുഡ് മോർണിംഗ്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഹജ്ജ് തീർത്ഥാടകർ രാവിലെ 9 മണി മുതൽ കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ എത്തിത്തുടങ്ങും. ഇന്ന് രാത്രി, അതായത് നാളെ പുലർച്ചെ 12:05 ആദ്യ ഹജ്ജ് വിമാനം കരിപ്പൂരിൽ നിന്നും പുറപ്പെടുക. തുടർന്ന് രാവിലെ 8-നും വൈകിട്ട് 3-നും മറ്റ് വിമാനങ്ങൾ പുറപ്പെടുക. ഒരു ദിവസം 3 വിമാനങ്ങൾ വെച്ചാണ് കരിപ്പൂരിൽ നിന്നും പുറപ്പെടുക. ഇത്തവണ ആകെ 17,883 പേരാണ് ഹജ്ജിന് കേരളത്തിൽ നിന്നും പോകുന്നത്. അതിൽ ഏറ്റവും അധികം ആളുകൾ പോകുന്നതും ഈ കരിപ്പൂർ വഴി തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 10,430 പേർ കരിപ്പൂർ വഴിയും 4,273 പേർ കൊച്ചി വഴിയും 3,135 പേർ കണ്ണൂർ വഴിയുമാണ് യാത്ര ആരംഭിക്കുക. ഇന്ന് തുടങ്ങുന്ന ഈ ഒരു സംവിധാനം ജൂൺ 9 വരെ ഈ ഒരു യാത്ര അല്ലെങ്കിൽ വിമാനങ്ങൾ, ഹജ്ജ് വിമാനങ്ങൾ കരിപ്പൂരിൽ നിന്ന് പുറപ്പെടുമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഒരു ചാർജ് വർധനവ് കരിപ്പൂരിൽ നിന്നും പുറപ്പെടുന്ന യാത്രക്കാർക്ക് ഉണ്ട്. അതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നിട്ടാണ് ഇപ്പോഴത്തെ നിലയിലേക്കെങ്കിലും ചാർജ് കുറച്ചിട്ടുള്ളത്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റാണ് കരിപ്പൂരിലേത്. ഇതിനൊപ്പം തന്നെ കണ്ണൂരിലും കൊച്ചിയിലും ഹജ്ജിന് പുറപ്പെടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും അധികം ആളുകൾ ഈ ഒരു കരിപ്പൂർ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് തന്നെ ഹജ്ജ് ഹൗസിൽ അവർക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങളും നിർദ്ദേശങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ ഹജ്ജ് ഹൗസിലാണ് ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 9 മണിയോടെ തന്നെ ഹജ്ജ് ഹൗസിലേക്ക് യാത്ര ചെയ്യാനുള്ള അല്ലെങ്കിൽ ഹജ്ജിന് പോകാനുള്ള തീർത്ഥാടകർ എത്തി തുടങ്ങും. ഈ തെരഞ്ഞെടുപ്പ് ഒരു മറിച്ചടം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങുകളോ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന പോലത്തെ വലിയ ചടങ്ങുകളൊന്നും തന്നെ ഉണ്ടാകില്ല. എന്താണെങ്കിലും ഈ ഒരു ഹജ്ജിന് തുടക്കമാവുന്നതോടെ ഹജ്ജ് യാത്രാ സംഘം അവരുടെ പരിശുദ്ധമായ ഒരു തീർത്ഥാടന കാലത്തിനും കൂടി തുടക്കമാവുകയാണ്. മെയ് 26-നാണ് കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം പുറപ്പെടുക. അതുപോലെ ജൂൺ 1-നാണ് കണ്ണൂരിൽ നിന്നുള്ള ഹജ്ജ് വിമാനങ്ങളും പുറപ്പെടുന്നത്. രാവിലെ 10 മണിയോടെ ഹജ്ജ് ഹൗസിലേക്ക് തീർത്ഥാടകർ എത്തി തുടങ്ങും. ആര്യ, ശരി. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ എത്താം.